ഹലോ മക്കളെ, അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഷമീം സാർ വന്നിട്ടുള്ളത്. ഇതുവരെ +1 അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ കഴിയാതെ പോയ നമ്മുടെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാരണങ്ങൾ കൊണ്ടോ +1 അലോട്ട്മെൻറ്റിന് ഫൈനൽ കൺഫർമേഷൻ നടത്താൻ കഴിയാതെ പോയ മക്കൾക്കുള്ള ഒരു ഹാപ്പി ന്യൂസാണ്. നമ്മുടെ സൈറ്റിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക. ആരെങ്കിലും ഫൈനൽ കൺഫർമേഷൻ നടത്താതെ പോവുകയോ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ എന്താ പറയുക അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിൽ നിന്നും മിസ്സായി പോവുകയോ ചെയ്തിട്ടുള്ള മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുക. ഇതൊരു പ്രത്യേക നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ ഈസ് ഓപ്പൺ, ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം അത് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, യെസ്. 2025-26 അധ്യയന വർഷത്തിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം 2025 മെയ് 20 വൈകിട്ട് 5 മണിക്ക് അവസാനിപ്പിക്കുകയുണ്ടായിരുന്നു. സൂചനാ പരാമർശിത ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് നടപ്പിലാക്കുന്നതിനായി പ്രസ്തുത ഉത്തരവിലെ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനായി അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്തതായി അറിയിക്കുന്നു. 2025 മെയ് 21 തന്നെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കണം എന്നാണ് ആ ഒരു ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ അത് പ്രത്യേക സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾ ആരെങ്കിലും അഥവാ എന്താ പറയുക കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാതെ വിട്ടുപോവുകയോ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ മറന്നു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ എന്താ പറയുക മിക്കവാറും ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടുണ്ടാവും. മിക്കവാറും കുട്ടികൾ അത് ചെയ്തിട്ടുണ്ട്. ആരും എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ഇനി ഇൻ കേസ് നിങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടുണ്ടാവണം. ഫൈനൽ സബ്മിഷൻ നടത്തിയില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആവശ്യമുള്ളവർ മാത്രം എന്ത് ചെയ്യാം, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് +1 അപേക്ഷിക്കുക. ഇതൊരു വീണ് കിട്ടിയ ഒരു അവസരമാണ്, ഇങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ അപേക്ഷിക്കാൻ പറ്റാത്ത മക്കൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോ. നിങ്ങൾക്കറിയില്ലല്ലോ, ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത ആരെങ്കിലും ഷെയർ ചെയ്ത് ചിലപ്പോൾ അങ്ങോട്ട് എത്തിയേക്കാം. അതുകൊണ്ട് ഒരു കുട്ടിക്കും നമുക്ക് +1 അപേക്ഷിക്കാത്തതിൻ്റെ പേരിൽ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കരുത്. എല്ലാവരും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലേക്കും എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടാവണം. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, ഇന്ന് ഒരു ഓപ്പൺ ചെയ്ത് കിട്ടിയതാണ്. അതുകൊണ്ട് നമ്മൾ കാരണം ഒരാൾ എന്താ പറയുക +1 അലോട്ട്മെൻറ്റ് കിട്ടി പോവുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലേ, നല്ലതല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.